ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇത്രയും വലിയ വാർത്തയായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. കോഴിക്കോട്ട് ലുലു മോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 2000 പേർക്കാണ് പ്രാദേശികമായിട്ട് തൊഴിൽ കിട്ടിയിരിക്കുന്നത്. 800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോഴിക്കോടെന്ന പട്ടണത്തിലേക്ക് വരികയാണ്. മാങ്കാവിൽ ഒരു 3-3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഇത്രയും വലിയ ലുലു മോൾ ഉയരുമ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള ലുലു മോൾ മലയാളിയുടെ ഷോപ്പിംഗ് ബോധത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റമുണ്ടല്ലോ, ഇതിന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയാണ് ടൂറിസം ഭൂപടത്തിൽ ഷോപ്പിംഗ് മോൾ കയറുന്നത് എന്നതിൻ്റെ കൂടി ഉദാഹരണമായി ലുലു മോൾ മാറി നിൽക്കുകയാണ്. ഇതൊക്കെ പറയുന്നത് നമ്മൾ വലിയ വലിയ സങ്കല്പങ്ങളിലേക്ക് പോകണമെന്നുള്ളത് കൊണ്ടാണ്. 2000 പേർക്ക് അവിടെ ജോലി കിട്ടി. അതിനോടൊപ്പം MA യൂസഫലി പറഞ്ഞൊരു സുപ്രധാനമായ കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഒരു നഗരത്തിൻ്റെയും ജില്ലയുടെയും മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, ആ പ്രക്രിയയിലേക്ക് പോകുന്നതിൻ്റെ ഒരു മികച്ച നിർണായക ഘട്ടമായി ഇത്തരം ഷോപ്പിംഗ് മാളുകൾ മാറുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും നമ്മൾ കണ്ടതാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ വന്നു പോവുകയാണ്. നമുക്ക് ലുലു മോളിലേക്ക് പോകാമെന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ചെറിയ കച്ചവടക്കാരായ ആളുകൾക്കും വലിയ സ്വപ്നങ്ങളിലേക്ക് പോകാനുള്ള ഇന്ധനമായി ഇത്തരം ഉദ്ഘാടന വാർത്തകൾ മാറുന്നു എന്നുള്ളതാണ്. ഒരു നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നു എന്നുള്ളതാണ്. അത് മന്ത്രിമാരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒക്കെ വന്ന് പറയുന്ന കാര്യം ഇതുതന്നെയാണ്. ഏതായാലും കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടട്ടെ, ഒരു നഗരം കൂടുതൽ ആധുനികവൽക്കരണ പ്രക്രിയയിലേക്ക് പോകട്ടെ, മനുഷ്യർ മാറുന്നു എന്നതിൻ്റെ അടയാളമായി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാവട്ടെ. നാളെ രാവിലെ 11 മണി മുതൽ പൊതുജനങ്ങൾക്ക് ലുലു മോൾ കോഴിക്കോട് ഒരു പുതിയ ഡെസ്റ്റിനേഷൻ എന്ന രൂപത്തിൽ പ്രവേശനം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്ന അറിയിപ്പും ഇന്ന് ഉദ്ഘാടന വേദിയിൽ വന്നിരിക്കുകയാണ്. അബുദാബി മഫ്രക്കിൽ ഇന്നൊരു ഫുഡ് ഔട്ട്ലെറ്റ് അടപ്പിച്ചു. ഫുഡ് സോൺ കാറ്ററേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. എന്തൊക്കെയാണോ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ ആഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അത് പാലിക്കാതെ വന്നാൽ ഇങ്ങനെ ഓരോന്ന് അടച്ചു പൂട്ടും എന്ന് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ്. ഒരാഴ്ചക്കിടയിൽ ഇപ്പോൾ 2ാമത്തെ ഔട്ട്ലെറ്റാണ് അബുദാബിയിൽ നിന്ന് അടച്ചു പൂട്ടി എന്നുള്ള വാർത്തയായിട്ട് നമ്മൾ കേൾക്കുന്നത്. 10,000-കണക്കിന് മലയാളികൾ ഈ ഫുഡ് കാറ്ററിംഗ് മേഖലയിൽ ഗൾഫിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിൽ നഷ്ടമാകാതിരിക്കാൻ, കച്ചവടം പൂട്ടാതിരിക്കാൻ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വൃത്തിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നോക്കണം എന്ന കാര്യം സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ. ഏതാണ്ട് 1 വർഷത്തോളമായി ഗാസ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ദിവസവും മരണസംഖ്യയിൽ അറിയുന്നു. ഇന്നിപ്പോൾ വെസ്റ്റ് ബാങ്ക് ജോർദാൻ അതിർത്തിയിൽ ജോർദാനിൽ നിന്ന് വന്ന ഒരാൾ ഒരു വെടിവെപ്പ് നടത്തിയിട്ട് 3 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആക്രമണത്തിൽ ജബാലിയ റെഫ്യൂജി ക്യാമ്പിൽ 4 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരികയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ മരിച്ചു വീഴുന്ന ഈ യുദ്ധഭൂമികയിൽ ഇതിനൊക്കെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വമ്പൻ പ്രസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ കഴിയുമോ എന്ന ചോദ്യചിഹ്നം ഉയരുന്ന കാലമാണ് ഏതാണ്ട് 1 വർഷത്തോളമാകുന്ന ഈ യുദ്ധം വിലയിരുത്തുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്ത്യക്കും UAEക്കും ഇടയിൽ അതിശക്തമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് അത് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു പുതിയ തെളിവ് കൂടി UAEയുടെ തലസ്ഥാനമായ അബുദാബിയിൽ നിന്ന് അബുദാബിയുടെ കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് ഇന്നിതാ ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ ഡെലിഗേഷനുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായി മുന്നോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. ന്യൂഡൽഹി എയർപോർട്ടിൽ റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകിക്കൊണ്ടാണ് ഇന്ത്യ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലെത്തുകയും ഇനി 2 രാജ്യങ്ങൾക്കിടയിലുള്ള ഏതൊക്കെ തരത്തിലുള്ള വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട കരാറുകൾ എന്തൊക്കെ, അങ്ങനെയുള്ള ചർച്ച മുന്നോട്ട് ഇപ്പോൾ നീങ്ങുകയാണ്. പറഞ്ഞു 15 വർഷമായി ദുബായ് മെട്രോ യാഥാർത്ഥ്യമായിട്ട്. സെപ്റ്റംബർ 9, 2009 നാളെ ആ ദിവസത്തിൻ്റെ 15 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മളൊന്ന് കണക്ക് നോക്കണം. 240 കോടി റൈഡുകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 43 ലക്ഷം ട്രിപ്പുകൾ നടന്നിരിക്കുന്നതാണ് കണക്ക് പറയുന്നത്. ഇക്കഴിഞ്ഞ 15 കൊല്ലത്തിനിടയ്ക്ക് ദുബായ് മെട്രോ 240 കോടി റൈഡേഴ്സ് അവരെ കൊണ്ടുപോയിരിക്കുന്നു 43 ലക്ഷം ട്രിപ്പുകളിലൂടെ.
ഇതൊക്കെ ഗംഭീരമായിട്ടുള്ള കണക്കുകളാണ്. ഇനിയും എത്രയോ കാലം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. 129 ട്രെയിനുകളിലായിട്ട് 53 സ്റ്റേഷനുകളിലൂടെ 10,000ങ്ങൾക്ക് ഇപ്പോൾ പൊതുജന ട്രാൻസ്പോർട്ട് സംവിധാനത്തിൻ്റെ ഏറ്റവും മികച്ച ആശയമെന്ന രൂപത്തിൽ ഡ്രൈവർ ഇല്ലാത്ത ഈ വാഹനം മുന്നോട്ട് പോകുമ്പോൾ 99.7% ഓൺ ടൈം ആക്യുറസിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് 100% എത്തിക്കണം എന്നാണ് ഭരണാധികാരികൾ ഇപ്പോഴിതാ സ്വപ്നം കാണുന്നത്, ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിക്കുന്നത്. ഒരു 0.01% പോലും ആക്യുറസി കുറവുണ്ടായിക്കൂടാ, പങ്ക്ച്വാലിറ്റി കുറവുണ്ടായിക്കൂടാ എന്നാണ് ഭരണാധികാരികൾ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും പകർത്തണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മളെല്ലാറ്റിലും പങ്ക്ച്വാലിറ്റി പാലിച്ചാൽ വിജയത്തിലേക്കുള്ള എളുപ്പ വഴികളുണ്ടാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ദുബായ് മെട്രോയുടെ വിജയത്തിൽ നിന്ന് മനസ്സിലാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ 8 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.